Hi viewers, welcome back to Ninus Dreamy Creations. അപ്പം നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഒരു ടിയാര ഉണ്ടാക്കുന്ന ഇത് കണ്ടു. അപ്പോൾ ഇതിന് മാച്ചായിട്ട് ഞാനിന്നൊരു ഇയറിംഗ് ആണ് ഉണ്ടാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ ടിയാര ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ 2 ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ അത്യാവശ്യം ഒരു ചെറിയ സൈസിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കമ്മലിൻ്റെ ഒരു വലുപ്പത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ വേണ്ടത് നമ്മൾ കുറച്ച് ഈ എന്താ പറയുക വൈറ്റ് ഷുഗർ ബീഡ്സ് കൊണ്ട് ഇതുപോലൊരു ലീഫ് ചെയ്തെടുത്തില്ലേ, അതുമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ലീഫിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു നല്ല ഭംഗിയിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലെ അതിൻ്റെ പുറത്തുനിന്ന് ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ഈ ഇതളുകൾക്ക് ഇടയിലൂടെ ഇതിനെ ഒന്ന് അടിയിലോട്ടാക്കിയിട്ട് ഒന്ന് വലിക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതളുകൾക്ക് അടിയിലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരു പൂവും അതേപോലെ ഒരു ഇലയായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്കിതിന് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 കമ്പികളുണ്ടല്ലോ, നമ്മൾ ഫ്ലവറിൻ്റെ ബാക്കിയുള്ള കമ്പിയുണ്ട്, അതേപോലെ ലീഫിൻ്റെ ബാക്കിയുള്ള കമ്പിയുണ്ട്. അപ്പോൾ ഇതിന് നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കമ്പിയും കൂടി ചേർത്തിട്ട് വേണം ഇതിന് ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ബാക്കി വരുന്ന കമ്പികളൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളതിനെ മുറിച്ച് കളയുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ സ്റ്റഡിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു പേൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു കമ്പി എടുത്തോട്ട് നമുക്ക് വേസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കി കമ്പികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ കമ്പി ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ ബീഡ് ഇട്ട് കൊടുത്തു. ഞാൻ വൈറ്റ് പേളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും മറ്റേ അറ്റം ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ താഴോട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു എന്താ പറയുക ആ ഫ്ലവർ ആ പേൾ അവിടെ സെറ്റായി കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 2 കമ്പികളും തമ്മിൽ ഒന്നുകൂടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ വിരൽ വെച്ചിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ലൂസായിട്ടുണ്ടാവും, അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഫ്ലവറിലൊക്കെ പിടിച്ചിട്ടൊക്കെ ഇതാക്കുമ്പോൾ ചിലപ്പോൾ വളഞ്ഞിട്ടൊക്കെ പോവും, അത് കുഴപ്പമില്ല. നമുക്കത് ലാസ്റ്റ് എല്ലാതും സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ലീഫുകളും ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്ക് വശം ഇങ്ങനെ വരിക, പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്ക് നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കാം കേട്ടോ. ഒന്ന് പതിഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതിഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക. അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മുടെ ബാക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം, അതല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പം പിന്നെ നമുക്ക് മറ്റേ B7000 എന്ന് പറഞ്ഞിട്ട് ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ അത് നല്ലതുപോലെ ഒരു ദിവസമൊക്കെ നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനിപ്പം ഇവിടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റിൽ ഈ ഒരു നമ്മുടെ ബാക്ക് സ്റ്റാൻഡിനെ ഒന്ന് ഇറക്കി കൊടുക്കുക. അതിനൊന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇറക്കി കൊടുത്താലും മതി. കണ്ടില്ലേ, ഇതുപോലെ ഇറക്കി കൊടുത്തു. അതിനുശേഷം ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കമ്മൽ ആ ഫ്ലവറിൻ്റെ പുറത്തോട്ട് കാണാത്ത രീതിയിൽ ചെറുതായിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പിലൊന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം
അതിനുശേഷം നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇതേ റൗണ്ടിൽ നമുക്ക് വേറൊരു പീസും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ബാക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുള്ളതിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പീസ് റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ടില്ലേ അതിലോട്ട് ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇനി ബാക്കി വരുന്നതിൻ്റെ ആ മുകൾ വശത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കമ്മലിൻ്റെ ഈ ബാക്കിലോട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഇതുണ്ട്, കാരണം ഈ ഫോം ഷീറ്റ് കുറച്ച് കട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിയില്ലാത്ത ചെറിയ വേറെ എന്തെങ്കിലും നൈസായിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പെട്ടെന്ന് ഒട്ടില്ല, കുറച്ച് സമയം വേണം. കുറച്ച് സമയം പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ എന്തായാലും വെച്ചാലാണ് ഇത് നല്ലതുപോലെ നമുക്ക് ഒട്ടിക്കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ചെയ്യാം കേട്ടോ, ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് ചെയ്യുന്ന രീതിയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇങ്ങനെയാണ് സംഭവം ഒട്ടിച്ചെടുക്കുന്നത്. ഇത് തന്നെ നമുക്ക് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നതിൽ ഇതുപോലെ നമ്മൾ മുകൾ വശത്ത് വേറൊരു ഫെൽറ്റ് ഷീറ്റും കൂടി വെച്ച് കൊടുത്തില്ലേ, അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നില്ല, ഫെൽറ്റ് ഷീറ്റേ വെക്കുന്നില്ല കേട്ടോ. അതല്ലാതെ തന്നെ നമ്മുടെ നേരിട്ടിട്ട് നമ്മൾ ഗ്ലൂ ആ ഫ്ലവറിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ പെട്ടെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേഗം പോരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് അത്യാവശ്യം നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള കമ്മലുകൾ ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് കമ്മലിനിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പോകാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള മുത്തുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കമ്മലുകൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലും വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ള കമ്മലുകളാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഞാൻ മറ്റേ പീസും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് കൂടുതൽ ഏതാണോ ചെയ്യാൻ പറ്റുക, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക മാലയായിട്ടാണ് കേട്ടോ. എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് മാല ചെയ്തെടുക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് കുറച്ച് എനിക്ക് ഒരു 20-ാം തീയതി വരയ്ക്ക് കുറച്ചൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുക കേട്ടോ. അപ്പം കൂടുതൽ വർക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ കമ്മലുകളൊക്കെ ഉണ്ടാക്കി നോക്കുക. കമ്മലുകൾ മാത്രമല്ല, നമുക്ക് ഹെയർ ക്ലിപ്സും അതേപോലെ ഈ പറഞ്ഞ പോലെ ചോക്കറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും മാല ഉണ്ടാക്കുക എന്നൊക്കെ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഞാൻ മാല ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്, അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഫ്ലവർ വെച്ചിട്ട്